ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് സയൻസിൽ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നോട്ട്സ് ആണ്. അപ്പം ഇത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തേക്ക് കിടക്കാം. ആദ്യം തന്നെ വൈ ഡു വി നീഡ് ഫുഡ്, എന്തിനാണ് നമുക്ക് ഭക്ഷണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വി ഈറ്റ് ഫുഡ് ടു ഗെറ്റ് എനർജി ടു ഡു ഡെയിലി ആക്ടിവിറ്റീസ്. നമുക്ക് നമ്മളെ നിത്യം ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അതിന് നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. ഗ്രോ ആൻഡ് റിപ്പയർ ദി ബോഡി, നമ്മളുടെ ബോഡി വളരണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള സെൽസ് റിപ്പയർ ആവണം എന്നുണ്ടെങ്കിലും എന്ത് വേണം? എനർജി വേണം. എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ ഫുഡ് വേണം. അടുത്തത് മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫുഡ് വേണം. പ്രിവെൻറ്റ് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് രോഗത്തിൽ നിന്ന് നമുക്ക് പ്രതിരോധം കിട്ടണം എന്നുണ്ടെങ്കിൽ, രോഗം വരുന്നതിൽ നിന്ന് നമുക്ക് പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടും രോഗം വന്നാൽ അത് മാറാനൊക്കെ എന്ത് കഴിക്കണം? ഫുഡ് അത്യാവശ്യമാണ്. ഫുഡ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ഓൾ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. എല്ലാ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കണം എന്നുണ്ടെങ്കിലും അവിടെ എന്ത് വേണം? ഫുഡ് വേണം. ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് വേണം. ഇനി നമുക്ക് ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കാം. ന്യൂട്രിയൻസ് ആർ സബ്സ്റ്റൻസ് ഇൻ ഫുഡ് റിക്വയർഡ് ബൈ അവർ ബോഡി. മെയിൻ ന്യൂട്രിയൻസ് ആർ, അപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ്, അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. മെയിൻ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ന്യൂട്രിയൻസ്. ഇനി അടുത്തത് ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് ഈസ് മെയിൻ സോഴ്സ് ഓഫ് എനർജി. മെയിൻ സോഴ്സ് ഓഫ് എനർജിയാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്. ഫൗണ്ട് മെയിൻലി ഇൻ പ്ലാന്റ് ഫുഡ്. പ്ലാന്റ് ഫുഡിലാണ് മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നത്. മെയിൻ സോഴ്സ് ഓഫ് എനർജി അപ്പോൾ ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. എക്സാമിന് ചോദിക്കും മെയിൻ സോഴ്സ് ഓഫ് എനർജി ഏതാണെന്ന് മറന്നു പോകരുത്. ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. ഫൗണ്ട് മെയിൻലി ഇൻ പ്ലാന്റ് ഫുഡ്. എവിടെയാണ് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്? പ്ലാന്റ് ഫുഡ്സിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് നോക്കാം. റൈസ്, വീറ്റ്, മൈദ, പൊട്ടാറ്റോ, സെറീൽസ്, ഷുഗർ, ഫ്രൂട്ട്സ്, ഇതിലൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഇത്? സ്റ്റാർച്ച്. അപ്പോൾ ഈ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലേ എന്ന്, വെജിറ്റബിൾസിലൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്ന ടെസ്റ്റാണ് ഇത്? അയഡിൻ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അയഡിൻ ടെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ്? അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ചൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ അത് എവിടെ നിന്നാണ്, അത് പ്ലാന്റ്സിലുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? 2 ടെസ്റ്റ് ട്യൂബ് വേണം, ഡൈല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ വേണം, പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള മിൽക്ക്, റൈസ്, വാട്ടർ, പൊട്ടാറ്റോ, ഇതൊക്കെ വേണം. ഇനി എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? ടേക്ക് ഫുഡ് സാമ്പിൾ ഇൻ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക? ഫുഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 to 3 ഡ്രോപ്പ് അയഡിൻ സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് നോക്കുക. അപ്പോൾ ബ്ലൂ ബ്ലാക്ക് കളറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. കളറൊന്നും ഇല്ല, കളർ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. പൊട്ടാറ്റോ, മൈദ, റൈസ് വാട്ടർ, കുക്കുംബർ, എഗ് വൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിലേക്കൊക്കെ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കളറാണ് വരുന്നത് നമുക്ക് നോക്കാം. പൊട്ടാറ്റോ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളർ തരും. കാരണം എന്താ? അതിൽ സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. മൈദ ആണെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളർ തരും, സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. റൈസ് വാട്ടർ ബ്ലൂ ബ്ലാക്ക് കളർ തരും, സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. കുക്കുംബർ ആണെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളർ തരില്ല, നോ കളർ ചേഞ്ച്, സ്റ്റാർച്ച് ആബ്സെൻ്റ് ആണ്. എഗ് വൈറ്റ് ആണെങ്കിലും കളർ ചേഞ്ച് ഇല്ല, സ്റ്റാർച്ച് ആബ്സെൻ്റ് ആണ്. അടുത്തത് മില്ലറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് മില്ലറ്റ്സ്? ബിലോങ് ടു ഗ്രാസ് ഫാമിലി. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യങ്ങളാണ്. അത് ഏത് ഫാമിലിയിലാണ് വരുന്നത്? ഗ്രാസ് ഫാമിലിയിലാണ് വരുന്നത്. റിച്ച് ഇൻ ഫൈബർ, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ്. അതിൽ എന്തൊക്കെയുണ്ട്? മിനറൽസ്, ഫൈബേഴ്സ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മില്ലറ്റ്സ്. ഈസി ടു ഡൈജസ്റ്റ്. ഇതെന്ത് ചെയ്യും? വേഗം ഡൈജസ്റ്റ് ആവും. അതിന് എക്സാമ്പിളാണ് രാഗി, ജോവാർ, ബജ്റ, ഫോക്സ് ടെയിൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? മില്ലറ്റ്സിന് എക്സാമ്പിളാണ്. അടുത്തതാണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്ത് അത്യാവശ്യമാണ്? എന്തിന്? ഗ്രോത്ത്, റിപ്പയർ ഓഫ് ടിഷ്യൂ ആൻഡ് ബോഡി ബിൽഡിങ്. ഗ്രോത്തിനും ടിഷ്യൂ റിപ്പയറിങ്ങിനും ബോഡി ബിൽഡിങ്ങിനൊക്കെ എന്ത് അത്യാവശ്യമാണ്? ജിമ്മിലൊക്കെ പോകുന്നവർ എന്ത് പൗഡർ എടുക്കും? പ്രോട്ടീൻ പൗഡർ എടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെയർ, സ്കിന്ന്, മസിൽ. ഹെയറിലും സ്കിന്നിലും മസിൽസിലൊക്കെ എന്ത് അത്യാവശ്യമാണ്? പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. ഇനി പ്രോട്ടീൻസ്
പ്രോട്ടീൻസിൻ്റെ സോഴ്സസ് ആണ് ഏതൊക്കെ? ആനിമൽ സോഴ്സും ഉണ്ട്, പ്ലാന്റ് സോഴ്സ് ഉണ്ട്. ആനിമൽ സോഴ്സിലുള്ളതാണ് മിൽക്ക്, എഗ്ഗ്, ഫിഷ്, മീറ്റൊക്കെ. പ്ലാന്റ് സോഴ്സിലുള്ളതാണ് പൾസസ്, ബീൻസ്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ, നട്ട്സ്, ഇതൊക്കെ. ഇനി അടുത്തത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഏത്? കോഷിയോക്കറും അതുപോലെ തന്നെ മരാസ്മസും. മറന്നു പോകരുത്, കോഷിയോക്കർ ആൻഡ് മരാസ്മസ് എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. അടുത്തതാണ് ഫാറ്റ്. ഫാറ്റ് എന്ത് ചെയ്യും? പ്രൊവൈഡ് സ്റ്റോർഡ് എനർജി. ഫാറ്റ് എന്ത് ചെയ്യും? എനർജീനെ സ്റ്റോർ ചെയ്യും. ഹെൽപ്പ് കീപ് ദി ബോഡി വാം. നമ്മുടെ ബോഡി വാമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് അബ്സോർബ് വൈറ്റമിൻ എ, ഡി, ഇ, കെ. വൈറ്റമിൻസ് ആയിട്ടുള്ള എ, ഡി, ഇ, കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫാറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി ഫാറ്റിൻ്റെ സോഴ്സസ് ആണ് ഏതൊക്കെയാണ്? പ്ലാന്റ് സോഴ്സസ് ആണ് കോക്കനട്ട് ഓയിൽ, ഗ്രൗണ്ട് നട്ട് ഓയിൽ, സീസാം ഓയിൽ. ആനിമൽ സോഴ്സസ് ആണ് ബട്ടർ, ഗീ, ഫിഷ് ഓയിലൊക്കെ. ഇനി അടുത്തത് പേപ്പർ ടെസ്റ്റ് ഫോർ ഫാറ്റ്. ഫാറ്റിൻ്റെ ടെസ്റ്റാണ് പറയുന്നത്. റബ്ബ് ഫുഡ് ഓൺ പേപ്പർ. ഫുഡ് എന്ത് ചെയ്യുക? പേപ്പറിൽ റബ്ബ് ചെയ്യുക. പേപ്പറിൽ വെച്ചിട്ട് ഫുഡ് ഒരതുക. എന്നിട്ട് ഹോൾഡ് അഗെയിൻസ്റ്റ് ലൈറ്റ്. ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അത് പിടിക്കുക. എന്നിട്ട് നോക്കുന്ന സമയത്ത് ഗ്രീസി സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്ത് പ്രസൻ്റ് ആണ്? ഫാറ്റ് പ്രസൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഈസ് എ ടൈപ്പ് ഓഫ് ഫാറ്റ്. ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് എന്ത്? കൊളസ്ട്രോൾ. എക്സസ് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഇൻ ബ്ലഡ് വെസൽ. എക്സസ് കൊളസ്ട്രോൾ എന്ത് ചെയ്യും? നമ്മളുടെ രക്തക്കുഴലിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്തുണ്ടാവും? ഹാർട്ട് ഡിസീസും അതുപോലെ തന്നെ സ്ട്രോക്കൊക്കെ ഉണ്ടാവും. അതിറോസ്ക്ലീറോസിസ് ഒക്കെ പോലെയുള്ള ഹാർട്ട് ഡിസീസും അതുപോലെ തന്നെ സ്ട്രോക്കൊക്കെ വരും. ഇനി അടുത്തതാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത്. അതായത് വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റി എന്ത് വേണം? വൈറ്റമിൻസ് വേണം. ഇനി അതിൻ്റെ ടൈപ്പും ഫങ്ഷനുമാണ് പറയുന്നത്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ ഉണ്ട്. അതിൽ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഐസിലും സ്കിന്നിലും ഹെയറിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബി ആണെങ്കിൽ ബ്രെയിനിലും നെർവ്സിലും ഹാർട്ടിലും ഒക്കെ അത് അത്യാവശ്യമാണ്. അതിൻ്റെ ഫങ്ഷനിങ്ങിന് അത്യാവശ്യമാണ്. സി ആണെന്നുണ്ടെങ്കിലോ ടീത്ത്, ഗംസ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സി അത്യാവശ്യമാണ്. ഡി എന്ന് പറഞ്ഞാൽ ബോൺസിലും ടീത്തിലും അത്യാവശ്യമാണ്. ഇ എന്ന് പറയുമ്പോൾ മസിൽ ഫങ്ഷന് അത്യാവശ്യമാണ്. വൈറ്റമിൻ കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് വൈറ്റമിൻ സോഴ്സസ്. വൈറ്റമിൻ്റെ സോഴ്സസ് ആണ് പറയുന്നത്. വൈറ്റമിൻ എ ആണെന്നുണ്ടെങ്കിൽ ഫിഷിൽ നിന്നും ക്യാരറ്റിൽ നിന്നുമാണ് കിട്ടുന്നത്. ബി ബനാന, സ്പാനിഷിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്തത് സി ലെമൺ നിന്നും ഗൂസ്ബെറി നിന്നുമാണ് കിട്ടുന്നത്. ഡി ആണെന്നുണ്ടെങ്കിൽ എഗ്ഗിൽ നിന്നും ഫിഷിൽ നിന്നും കിട്ടും. ഇ ആൽമണ്ടിൽ നിന്നും പീനട്ടിൽ നിന്നും കിട്ടും. കെ എന്ന് പറയുമ്പം കേബേജിൽ നിന്നും കോളിഫ്ലവറിൽ നിന്നും കിട്ടും. ഇനി അടുത്തത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. വൈറ്റമിൻ ബി ആണെന്നുണ്ടെങ്കിൽ ഗ്ലോസൈറ്റിസ് ഉണ്ടാവും. വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിൽ സ്കർവി ഉണ്ടാവും. വൈറ്റമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാവും. അത് മറന്നു പോകരുത്. എ ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബി ഗ്ലോസൈറ്റിസ്, സി സ്കർവി, ഡി റിക്കറ്റ്സ്. മറന്നു പോകരുത്. അടുത്തത് മിനറൽസ്. മിനറൽസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആൻഡ് റെഗുലേഷൻ ഓഫ് ബോഡി ഫങ്ഷൻ. ബോഡി ഫങ്ഷൻ റെഗുലേറ്റ് ചെയ്യാനും ബോഡീൻ്റെ ഗ്രോത്തിനൊക്കെ എന്ത് അത്യാവശ്യമാണ്? മിനറൽസ് അത്യാവശ്യമാണ്. ഏതൊക്കെയാണ്? അയേൺ, കാൽഷ്യം, അയഡിനൊക്കെയാണ് മിനറൽസ്. ഇത് കിട്ടുന്ന ഫുഡ് സോഴ്സസ് ഏതാണ്? അയേൺ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, കാൽഷ്യം ആണെന്നുണ്ടെങ്കിൽ മിൽക്കിൽ നിന്ന് കിട്ടും, എഗ്ഗിൽ നിന്ന് കിട്ടും. അയഡിന് എവിടെ നിന്ന് കിട്ടും? സീ ഫുഡിൽ നിന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? അയേണിൻ്റെ ഫങ്ഷൻ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് കാൽഷ്യം. കാൽഷ്യം എന്താണ്? സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്. ബോൺസിന് സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ ടീത്തിനെ സ്ട്രോങ് ആക്കാനും എന്ത് വേണം? കാൽഷ്യം വേണം. അടുത്തതാണ് അയഡിന്. അയഡിനാണെങ്കിൽ തൈറോയിഡ് ഫങ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മിനറൽ ഡെഫിഷ്യൻസി ഡിസീസ്. മിനറൽ ഡെഫിഷ്യൻസി വന്നാൽ എന്തൊക്കെ ഡിസീസാണ് വരിക എന്നുള്ളതാണ് പറയുന്നത്. അയണിൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ അനീമിയ ഉണ്ടാവും. അയഡിൻ ഡെഫിഷ്യൻസി വന്നാൽ ഗോയിറ്റർ ഉണ്ടാവും. കാൽഷ്യം ഡെഫിഷ്യൻസി വന്നാൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. അടുത്തതാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിഗ്മെൻറ്റ് ഇൻ റെഡ് ബ്ലഡ് സെൽ, RBCയിലുള്ള പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോ ഹീമോഗ്ലോബിന് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാക്കും. അടുത്തത് ഫൈബേഴ്സ്. റോഗേസ് ആണ്. നോട്ട് എ ന്യൂട്രിയൻ ബട്ട് എസെൻഷ്യൽ ഫോർ ഡൈജഷൻ. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രിയൻ്റ് അല്ല, പക്ഷേ ഡൈജഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫൈബേഴ്സ് അത്യാവശ്യമാണ്.
ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വയറ് സ്തംഭിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ. അതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്? വോൾ ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സെറീൽസ് ഒക്കെയാണ് അതിൻ്റെ സോഴ്സ്. അടുത്തതാണ് വാട്ടർ. വാട്ടർ എസെൻഷ്യൽ ഫോർ ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഡൈജഷനും സർക്കുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് കളയുക. അതായത് ദഹിച്ചതിന് ശേഷം പുറത്തേക്ക് കളയുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എന്ത് വേണം? വാട്ടർ വേണം. വി ഷുഡ് ഡ്രിങ്ക് 8 to 12 ഗ്ലാസ്സസ് ഡെയിലി. 8 to 12 ഗ്ലാസ് വെള്ളം നമ്മൾ ഡെയിലി കുടിക്കണം. അടുത്തത് ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എ ഡയറ്റ് ദാറ്റ് കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബേഴ്സ് ഇൻ റൈറ്റ് പ്രൊപ്പോർഷൻ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറലും വാട്ടറും ഫൈബേഴ്സും ഒക്കെ കറക്റ്റ് അളവിൽ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫുഡ് പ്ലേറ്റ് മോഡൽ എങ്ങനെയാണ്? അതായത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ അടങ്ങണം, എത്ര അളവിൽ അടങ്ങണം എന്നാണ് പറയുന്നത്. സെറീൽസ് ആണെങ്കിൽ 250 ഗ്രാമാണ് വേണ്ടത്, വെജിറ്റബിൾസ് 400 ഗ്രാം, ഫ്രൂട്ട്സ് ആണെങ്കിൽ 100 ഗ്രാം, പൾസസ് മീറ്റ് 60 ഗ്രാം, മിൽക്ക് 300 ml, ഓയിൽ ഫാറ്റ് 27 ഗ്രാമാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ഫുഡ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഫുഡ് ചാർട്ട് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാമെന്ന് എഴുതുക. ഇഡ്ഡലി, മിൽക്ക്, ഫ്രൂട്ട് ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ എഴുതുക. ലഞ്ചിനാണെങ്കിൽ റൈസ്, ഡാല്, വെജിറ്റബിൾസ്. ഡിന്നറിനാണെങ്കിൽ ചപ്പാത്തി ആൻഡ് കറി. ഇങ്ങനെയാണോ നിങ്ങൾ കഴിക്കാറ്? അറിയില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണോ കഴിക്കുന്നത് അത് എഴുതുക. ഇനി അടുത്തത് ലഞ്ച് ആൻഡ് കലോറീസ്. ചൈൽഡ് നീഡ് അബൌട്ട് 1200 to 1400 കലോറീസ് പെർ ഡേ. ഒരു കുട്ടിക്ക് ഒരു ദിവസം എത്ര വേണം? 1200 to 1400 കലോറീസ് ഒരു ദിവസം വേണം എന്നാണ് പറയുന്നത്. അടുത്തത് ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഡ്യൂറിങ് കുക്കിംഗ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നഷ്ടമായി പോകുന്ന ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം കാരണം എന്താണ്? നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രിയൻസ് ലോസ് ആവാൻ കാരണം എന്താണ്? വാഷിംഗ് വെജിറ്റബിൾ ആഫ്റ്റർ കട്ട് ചെയ്തതിന് ശേഷം വെജിറ്റബിൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ന്യൂട്രിയൻസ് ലോസായി പോവും. ഓവറായിട്ട് കുക്ക് ചെയ്താലും ന്യൂട്രിയൻസ് നഷ്ടമായിട്ട് പോവും. കുക്കിംഗ് ഇൻ എക്സസ് ആയിട്ടുള്ള വാട്ടറിൽ കുക്ക് ചെയ്താലും ന്യൂട്രിയൻസ് നഷ്ടമായിട്ട് പോവും. ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? വാഷ് ബിഫോർ കട്ടിങ്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ വാഷ് ചെയ്യുക. സ്റ്റീം ഓർ പ്രഷർ കുക്ക്. ഒന്നെങ്കിൽ സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ പ്രഷർ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് മിനിമൽ വാട്ടർ. കുറച്ച് വെള്ളത്തിൽ വേവിക്കുക.